കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹലോ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇഗ്നോ ഫോക്കസ് 6.0യില് HRMന്റെ മുൻകാല ചോദ്യ പേപ്പർ അനാലിസിസ് ആണ്. MMPC 002 ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് MBAയില് ഫസ്റ്റ് സെമ്മിന്റെ സെക്കൻഡ് പേപ്പർ ആണ് HRM എന്ന് പറയുന്നത്. ഈ ഒരു PYQ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഒരു 9 ടേം ആൻഡ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അസൈൻമെന്റ്സും SLMഉം ഒക്കെ റെഫർ ചെയ്തതിന്റെ ബേസിസിലാണ് ഈ ഒരു PYQ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു PYQയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ഹൈ ഈൽഡ് ഉള്ള സിലബസും അതേപോലെ തന്നെ ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പിന്നെ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഇപ്പം എഴുതാൻ പോകുന്ന ജൂൺ TEയിൽ നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ചോദിക്കാൻ സാധ്യതയുള്ള 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ആൻസേഴ്സ് എങ്ങനെ എഴുതണം എന്നുള്ളൊരു ടൂൾ കിറ്റും നമ്മൾ ഇതോടൊപ്പം തന്നെ ആഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം സെഷൻസിൽ നമ്മുടെ ഫസ്റ്റ് എക്സാംസ് കഴിഞ്ഞിട്ടുണ്ട്. മാനേജ്മെന്റിന്റെ എക്സാംസ് കഴിഞ്ഞു. നല്ല രീതിയിൽ എഴുതിയ സ്റ്റുഡൻസ് കാണാം. ചിലർക്ക് അത് മോശമായിട്ട് വന്നിട്ടുണ്ടാവാം. എന്നാൽ പോലും അതിൽ ബോധേഡ് ആവാതെ ഇനിയുള്ള എക്സാംസിലേക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഈ ഒരു PYQ കണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ എക്സാംസ് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു പാത്ത് വേയിലേക്ക് കടക്കുകയാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ആദ്യമേ പഠിക്കേണ്ട രീതിയും കാര്യങ്ങളും ഒന്ന് പറഞ്ഞു പോവാം. നമ്മൾ 3 പാത്ത് സെറ്റ് ചെയ്തിരുന്നു. പാത്ത് 1നകത്ത് ലാസ്റ്റ് ടൈം അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക് പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അവസാന 7 ദിവസമൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഒത്തിരിയും പേരുണ്ട് MBAയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉള്ള സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പാത്താണ് പാത്ത് നമ്പർ 1 എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റുഡൻസ് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു സെഷൻ 5ൽ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു PYQക്കകത്ത്. അപ്പൊ അതിൽ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യുക. അതിൽ 3 സ്റ്റാറിൽ അപ്പിയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ 3ൽ കൂടുതൽ പ്രാവശ്യം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ ഫോളോ ചെയ്താൽ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം സ്കോർ നേടാൻ പറ്റുന്ന രീതിയിലുള്ള പോർഷൻസ് കവർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ പാത്ത് 1ലുള്ള സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടൈം ലേണിംഗ് ഫോക്കസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഹൈലി ഇമ്പോർട്ടന്റും റിപ്പീറ്റഡും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്ത് പോവുക. പാത്ത് 2 എന്ന് പറഞ്ഞാൽ സ്റ്റഡി ബിൽഡേഴ്സ് ആണ്. അവരൊരു 2-3 ആഴ്ചയൊക്കെ സമയം എടുത്ത് ഇപ്പൊ ലാസ്റ്റ് മെയ് മാസത്തിൽ പഠിക്കാനിരുന്നവരുണ്ട്, അല്ലെ മെയ് 15ന് ശേഷം എഫേർട്ട് എടുത്ത് അല്ലെ ലീവ് ഒക്കെ എടുത്ത് പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് സെഷൻ 4ൽ ഈ ഒരു PYQയിൽ സെഷൻ 4ൽ നമ്മൾ 3 സ്റ്റാറും 2 സ്റ്റാറും മീൻസ് ഓരോ ബ്ലോക്കും യൂണിറ്റ് വൈസ് ടോപ്പിക്സ് തരുന്നുണ്ട്. അതിലത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്നും അത് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്ന് സ്റ്റാർ ഇട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിൽ 3 സ്റ്റാറിലും 2 സ്റ്റാറിലും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മസ്റ്റ് ആയിട്ടും അപ്പിയർ ചെയ്ത് പോവാം. ഫസ്റ്റ് പാത്തിൽ പറയുന്നവർ ഒന്നെങ്കിൽ പ്രിഡിക്റ്റീവ് സെറ്റ് എയിലെ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ഓരോ പോർഷൻസ് വൈസ് ഹൈലി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. ഫയർ ഐക്കൺസ് വെച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്യാം. പാത്ത് 2 ആണെങ്കിൽ ബ്ലോക്ക് വൈസ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും യൂണിറ്റ് വൈസും കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന സെഷൻ 4ലെ സെഷൻസ് അതിലെ 3 സ്റ്റാർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചു പോകാവുന്നതാണ്. ദെൻ പാത്ത് 3യിലാണ് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. അവര് കോംപ്രഹെൻസീവ് സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ നല്ല രീതിയിൽ 1 മാസത്തിന് മുമ്പ് തന്നെ ലീവ് എടുത്ത് വീട്ടിലിരുന്ന് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പൊ അവർക്ക് ഫുൾ ആയിട്ട് SLMഉം യൂണിറ്റ് വൈസ് കാര്യങ്ങൾ കവർ ചെയ്യാനുമുള്ള സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു PYQവിൽ പറയുന്ന എല്ലാ പോർഷൻസും ടച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു 80+ സ്കോർ നേടാനായിട്ട് മിനിമം ഒരു B ഗ്രേഡ് B അല്ലെങ്കിൽ A ഗ്രേഡ് നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും.
അടുത്തത് എക്സാം പാറ്റേൺ ആണ് നമ്മൾ നോക്കുന്നത്. എക്സാം പാറ്റേണും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്ട്രക്ചറിങ്ങും ആണ്. നമ്മളുടെ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ്. അതിനകത്ത് 3 മണിക്കൂർ ദൈർഘ്യം, 3 മണിക്കൂർ ഡ്യൂറേഷനിൽ നമ്മൾക്ക് യൂഷ്വലി 8 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിലെ ഏതെങ്കിലും 5 എഴുതുക. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരി 20 മാർക്സ്. ഓരോ ക്വസ്റ്റ്യനും 20 മാർക്ക് വെച്ചിട്ടാണ് വരുന്നത്. അപ്പൊ ഇത് നമ്മളുടെ ഡിസംബർ 2023 തൊട്ടുള്ള പാറ്റേൺ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്ത് വരുന്നത്. യൂണിവേഴ്സിറ്റി നേരത്തെയൊക്കെ കേസ് സ്റ്റഡീസ് നിർബന്ധമായിരുന്നു. ബി പാർട്ടിൽ കമ്പൽസറി ആയിട്ട് 40 മാർക്കിന് കേസ് സ്റ്റഡീസ് HR ചോദിച്ചിരുന്നതാണ്. പക്ഷെ ഡിസംബർ 23 തൊട്ട് 2023 തൊട്ട് അങ്ങനെ ഒരു കേസ് സ്റ്റഡി എന്നൊരു പാറ്റേൺ യൂണിവേഴ്സിറ്റി മാറ്റിയിട്ടുണ്ട്. ഇപ്പം ഡിസംബർ 23 ടു നമ്മളുടെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഡിസംബർ 25 വരെ കേസ് സ്റ്റഡീസോ കാര്യങ്ങളോ അങ്ങനെ ചോദിച്ചിട്ടില്ല. സെഷൻ എയിൽ നമുക്ക് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും സെഷൻ ബിയിൽ അങ്ങനെ സെഷൻ ബി ആയിട്ട് അങ്ങനെ തരാറില്ല. നേരത്തെ 40 മാർക്കിന്റെ കമ്പൽസറി ആയിരുന്നു. ഇപ്പൊ അതങ്ങനെ ചോദിച്ചു വരുന്നില്ല. റീസെന്റ് ആയിട്ട് അങ്ങനെ ചോദിച്ചു വരുന്നില്ല. പിന്നെ ഉള്ളത് അതിന് ശേഷം ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഓരോ ക്വസ്റ്റ്യനും 20 മാർക്ക് വെച്ചിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കമ്പൽസറി ക്വസ്റ്റ്യൻസ് എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. പിന്നെ നമ്മൾക്ക് കംപ്ലീറ്റ്ലി ഇതൊരു തിയറി പേപ്പർ ആണ്. അതുകൊണ്ട് പ്രോബ്ലം ബേസ്ഡ് അല്ലെ ന്യൂമറിക്കൽ കാൽക്കുലേഷൻസോ പ്രോബ്ലമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ നമുക്ക് പഠിക്കാനില്ല. പിന്നെ എക്സാം പേപ്പേഴ്സിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ് നമ്മളോട് പറയുന്നത്. ഈ ഒരു പൈ ചാർട്ട് കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ഷോർട്ട് നോട്ട്സ് എക്സ്പെക്ട് ചെയ്യാം, അനാലിസിസ് ആൻഡ് കമ്പാരിറ്റീവ് സ്റ്റഡീസ് എക്സ്പെക്ട് ചെയ്യാം, പ്രോസസ് ആൻഡ് ആപ്ലിക്കേഷനും അതേപോലെ കോൺസെപ്ഷ്യൽ ആൻഡ് ഡെഫിനിഷൻ, ഇത്രയും കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. അതിൽ 20% ആയിട്ട് പറഞ്ഞ ഷോർട്ട് നോട്ട്സും. ഷോർട്ട് നോട്ട്സിൽ നമുക്ക് കൂടുതലായിട്ടും ചോദിക്കാറുള്ളത് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്, അതേപോലെ തന്നെ നമുക്ക് പല പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ് ഉണ്ട്. അപ്പൊ അതിലെ റാങ്കിങ് മെത്തേഡ് എന്താണ്, അതേപോലെ തന്നെ നമുക്ക് ചോദിക്കാറുണ്ട് കരിയർ പ്ലാനിങ് എന്താണ്. പിന്നെ നമുക്ക് കൂടുതലായിട്ടും ചോദിച്ചു വന്നിട്ടുള്ളത് ട്രേഡ് യൂണിയന്റെ ഏതെങ്കിലും ഒരു തിയറിയെ ബേസ് ചെയ്തിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഷോർട്ട് നോട്ട്സ് ആണ് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഷോർട്ട് നോട്ട്സിൽ ചോദിക്കാറുള്ളത്. അതൊരു 20% നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഒരു 20% അനലിറ്റിക്കൽ ആൻഡ് കമ്പാരിറ്റീവ് ആണ്. കമ്പാരിറ്റീവ്ലി നമുക്ക് പറയാം ട്രെയിനിങ് മെത്തേഡ്സിനകത്ത് പറയാം. ട്രെയിനിങ് മെത്തേഡ്സിനകത്ത് ഓൺ ദ ജോബും ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്താണെന്നും, അതേപോലെ തന്നെ നമുക്ക് പെർഫോമൻസ് അപ്രൈസലിനകത്ത് മോഡേൺ മെത്തേഡും ട്രഡീഷണൽ മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കാം. അതേപോലെ തന്നെ നമുക്ക് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് കമ്പാരിറ്റീവ് ഇതിനകത്ത് വരാൻ സാധ്യതയുള്ളത്. പിന്നെ ഉള്ളത് പ്രോസസ് ആൻഡ് ആപ്ലിക്കേഷനകത്ത് HRPയുടെ പ്രോസസ്സ് ചോദിക്കാറുണ്ട്. അതുപോലെ പെർഫോമൻസ് അപ്രൈസലിന്റെ പ്രോസസ്സ് ചോദിക്കാറുണ്ട്. പെർഫോമൻസ് അപ്രൈസലിന്റെ പ്രോസസ്സ് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ കോൺസെപ്ഷ്യൽ ആൻഡ് ഡെഫിനിഷണൽ, അങ്ങനെ ഡെഫിനിഷൻ ബേസ്ഡ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എവല്യൂഷൻ ഓഫ് HR എന്താണെന്നും അതിന്റെ എവല്യൂഷൻ എന്താണെന്ന് ചോദിക്കും. വാട്ട് ഈസ് ട്രേഡ് യൂണിയൻ ആൻഡ് മെൻഷൻ ദ 3 തിയറീസ് അല്ലെങ്കിൽ 4 തിയറീസ് ഓഫ് ട്രേഡ് യൂണിയൻ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ഡെഫിനേഷനിലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് 30% ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഹൈ ഈൽഡ് സിലബസ് മാപ്പിങ്ങിനകത്ത് നമ്മൾ പറഞ്ഞു പോകുന്നത് 3 ടയർ സിസ്റ്റംസ് ആണ്. അതിനകത്തില് ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ 3 സ്റ്റാറിലും, മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസിനെ നമ്മൾ 2 സ്റ്റാറിലും, ലോ ലെവൽ ക്വസ്റ്റ്യൻസിന് സിംഗിൾ സ്റ്റാറിലുമാണ് കാണിക്കുന്നത്. അതിൽ 3 സ്റ്റാർ ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറഞ്ഞ സമയമേ നമുക്ക് പഠിക്കാനുള്ളൂവെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ 3 സ്റ്റാറിൽ പറഞ്ഞു പോകുന്ന ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്യുക. പിന്നെ നമുക്ക് അല്പം ഒരു മാസം സമയമൊക്കെ ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ 2 സ്റ്റാറും, അതേപോലെ തന്നെ നമുക്ക് ഫുള്ളി ടൈം ഉള്ളവർ മാത്രം ലോ ഫീൽഡിൽ വരുന്ന ലോ എയ്റ്റിൽ വരുന്ന 0 എന്തെങ്കിലും സിംഗിൾ സ്റ്റാർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പൊ ടൈം അലോട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ പഠിത്തത്തിന്റെ ഒരു 50% ടൈം നമ്മൾ ഡിവോട്ട് ചെയ്യേണ്ടത് ഹൈ ഈൽഡ് 3 സ്റ്റാർ ക്വസ്റ്റ്യൻസിനാണ്. അതേപോലെ 30% ഓഫ് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് 2 സ്റ്റാറിനും, 20% ഓഫ് ടൈം ആണ് സിംഗിൾ സ്റ്റാർ ക്വസ്റ്റ്യൻസിനും കൊടുക്കേണ്ടത്. ഇതിൽ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ടോപ്പിക്സ് തരുന്നുണ്ട്. അതിൽ എത്ര തവണ അത് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു എന്നും, അത് ഏത് എക്സാംസിലാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നതെന്നും, അതിന് എത്ര സ്റ്റാർസ് മീൻസ് എത്ര ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ബ്ലോക്ക് 1 യൂണിറ്റ് 1 കോൺസെപ്റ്റ് ആൻഡ് എവല്യൂഷൻ ഓഫ് HR വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊരു 3 സ്റ്റാർ ക്വസ്റ്റ്യൻ ആണ്. ഒരു ജൂൺ 2025 വരെ റിപ്പീറ്റ് റീസെന്റ് ആയിട്ട് വന്ന പരീക്ഷയ്ക്കുള്ള ചോദിക്കാതിരുന്നത്. അല്ലാത്ത HR ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എവല്യൂഷൻ ഓഫ് HR എന്താണെന്നാണ് ചോദിച്ചത്. നമ്മൾ പഠിച്ചതാണ്.
സൈക്കോളജിസ്റ്റും അതേപോലെ തന്നെ ടൈലറും ഒക്കെ തന്നെ രൂപീകരിച്ച HRM എന്നൊരു കോൺസെപ്റ്റ്, സ്ലേവറിയിൽ നിന്ന് ഒരു റിസോഴ്സ് എന്നൊരു ടീമിലേക്ക് എങ്ങനെ HR വന്നു എന്ന് നമ്മൾ പഠിച്ചതാണ്, ഫസ്റ്റ് തന്നെ പഠിച്ചതാണ്. എൽട്ടൺ മായോവും ടൈലറും ഒക്കെയാണ് ഇതിനു വേണ്ടി കൂടുതൽ പരിശ്രമിച്ചത്. അപ്പൊ അതിന്റെ ഒരു എവല്യൂഷന്റെ ഒരു കഥ പോലെ നമ്മൾ ലൈവ് സെഷനിലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അതാണ് ഇവിടെ എഴുതേണ്ടത്. അതേപോലെ തന്നെ ബ്ലോക്ക് 1-ലെയാണ് യൂണിറ്റ് 2-ലെ ഫംഗ്ഷൻസ് ഓഫ് HRM. രണ്ടു തരം ഫംഗ്ഷൻസ് മെയിൻ ആയിട്ട് HRM ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻസ് ഫംഗ്ഷൻസും മാനേജീരിയൽ ഫംഗ്ഷൻസും. അത് ടേബിൾ പോലെ വരച്ചു പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് അവിടെ എഴുതേണ്ടത്. അടുത്തത് യൂണിറ്റ് 3-ലെയാണ് എൻവിറോൺമെന്റ് ആൻഡ് HR. എൻവിറോൺമെന്റ് ഓഫ് HR നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 ടൈപ്പ് ഉണ്ട്. എക്സ്റ്റേണലും ഇന്റേണലും ഉണ്ട്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ അൺകൺട്രോളബിൾ ഫാക്ടേഴ്സിനെയാണ് എക്സ്റ്റേണലിനകത്ത് നമ്മൾ പറയുന്നത്, മാക്രോ ഐറ്റംസ് ഒക്കെ. ഇന്റേണലിനകത്ത് ഓർഗനൈസേഷനകത്ത് വരുന്ന കാര്യങ്ങൾ. അപ്പൊ അതും നമ്മൾ പഠിച്ചു പോയതാണ്. അതും 3 സ്റ്റാർ ആണ്. അപ്പൊ എവല്യൂഷനും അതേപോലെ തന്നെ എൻവിറോൺമെന്റ് ആൻഡ് HRM വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നുള്ളത് യൂണിറ്റ് 4-ലെയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഇപ്പൊ നോക്കുമ്പോൾ അധികം റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചോദിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ. അടുത്തത് നമുക്ക് യൂണിറ്റ് 5-ല് ജോബ് അനാലിസിസ് അതേപോലെ ജോബ് ഡിസൈൻ ഇവാലുവേഷൻ. ഇത് നമ്മൾ പഠിച്ചതാണ്. ജോബ് അനാലിസിസ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഷോർട്ട് നോട്ട്സിൽ ചോദിക്കാറുണ്ട്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്, ജോബ് സ്പെസിഫിക്കേഷൻ എന്താണെന്നുള്ളത് ജോബ് അനാലിസിസിനെ ബേസ് ചെയ്ത്. ജോബ് ഡിസൈൻ ചോദിക്കാറുണ്ട്. ജോബ് ഡിസൈനകത്ത് നമുക്ക് എൻലാർജ്മെന്റ്, എൻറിച്ച്മെന്റ്, അതേപോലെ നമുക്ക് ഫിസിക്കൽ ഇന്റേണൽ മൊബിലിറ്റി വെച്ചിട്ടൊക്കെ നമുക്ക് എഴുതാം. ട്രാൻസ്ഫർ, ഡിമോഷൻ, പ്രൊമോഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മെൻഷൻ ചെയ്ത് എഴുതാം. ഇവാലുവേഷൻ, ജോബ് ഇവാലുവേഷൻ നമ്മൾ കണ്ടതാണ്. ഓരോ ജോബും അതിന്റെ കോൺട്രിബ്യൂഷൻ, ഒരു ഓർഗനൈസേഷന്റെ സക്സസീവിനകത്ത് അതിന്റെ കോൺട്രിബ്യൂഷൻ എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു ജോബിന് വാല്യൂ വരുന്നത്. അതും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പിന്നെ യൂണിറ്റ് 6-ലെ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിക്രൂട്ട്മെന്റും സെലക്ഷനും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ റീസെന്റ് ടൈമിൽ കാണാറേ ഇല്ല. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ നോക്കിയാൽ നമുക്കത് ഡിസംബറിലും ചോദിച്ചിട്ടുണ്ട്. ജോബ് അനാലിസിസ് ഡിസംബറിൽ ചോദിച്ചിട്ടുണ്ട്. ഇത് തൊട്ട് മുമ്പത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കമ്പാരിറ്റീവ് തന്നെ വരാറുണ്ട്. റിക്രൂട്ട്മെന്റും സെലക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവും, സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആസ്പെക്ട്സ് ആണ് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആപ്ലിക്കൻസിനെ അങ്ങോട്ട് പറഞ്ഞിട്ട് ഇഷ്ടമുള്ളവർ എല്ലാവരും ആപ്ലിക്കേഷൻ വളരെ പോസിറ്റീവായിട്ട് ആ ജോബ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ എല്ലാവരും അപ്ലൈ ചെയ്യുന്നു. സെലക്ഷനകത്ത് എന്താ ചെയ്യുക? നമ്മളിതിനെ സ്ക്രൂട്ടനൈസ് ചെയ്ത് നമുക്ക് വേണ്ട ആൾക്കാരെ മാത്രം നമ്മൾ എടുക്കുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞുള്ള ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ രണ്ടും കമ്പാരിറ്റീവ് സ്റ്റഡി നമുക്ക് ചോദിക്കാറുണ്ട്. അതേപോലെ റിക്രൂട്ട്മെന്റിന്റെ മെത്തേഡ് ചോദിക്കാറുണ്ട്. 2 തരം മെത്തേഡ്, 2 അല്ല 3 തരം മെത്തേഡാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇന്റേണലും ഉണ്ട്, എക്സ്റ്റേണലും ഉണ്ട്, തേർഡ് പാർട്ടി ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് സെലക്ഷന്റെ പ്രോസസ്സ് ചോദിക്കാറുണ്ട്. ഇന്റർവ്യൂ നടത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനിഷ്യലി നമ്മൾ എന്താണ് പോസ്റ്റർ കൊടുക്കുന്നു, അതിന് ആപ്ലിക്കേഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്നു, ദെയർ ആഫ്റ്റർ ആപ്ലിക്കേഷൻസ് ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണ്ടത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ സെലക്ഷന്റെ പ്രോസസ്സും നിർബന്ധമായിട്ടും പഠിക്കുക. 3 സ്റ്റാർ ആണ് സെലക്ഷനും അതേപോലെ റിക്രൂട്ട്മെന്റും. പിന്നെ യൂണിറ്റ് 7-ലെ സോഷ്യലൈസേഷൻ ആൻഡ് മൊബിലിറ്റി റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഒരു പ്രാവശ്യം നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചു, ഇത്രയും നാളും ചോദിക്കാറുണ്ട്. ആ ഒരു യൂണിറ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യാറുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ ആ സെക്കൻഡ് ബ്ലോക്കിൽ ആ ഒരു യൂണിറ്റ് എപ്പോഴും സ്കിപ്പ് ചെയ്യുന്നതായിരുന്നു സോഷ്യലൈസേഷൻ ആൻഡ് മൊബിലിറ്റിയിൽ. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് നമുക്കത് ചോദിച്ചു വരുന്നുണ്ട്. ഇന്റഗ്രേഷന്റെ ഒരു പ്രോസസ്സ് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു എക്സാമിന്, റീസെന്റ് ആയിട്ട് ഒരു എക്സാമിന് ജൂൺ 25. അതിന് മുമ്പ് നേരത്തെ കുറച്ച് നാൾ മുമ്പാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങളൊന്ന് നോക്കി പോവുക, നമ്മൾ ലൈവ് സെഷനകത്ത് അത് പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ യൂണിറ്റ് 8-ലെ പെർഫോമൻസ് അപ്രൈസൽ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. പെർഫോമൻസ് അപ്രൈസലിന്റെ പ്രോസസ്സും അതേപോലെ തന്നെ അതിന്റെ മെത്തേഡ്, 2 തരം മെത്തേഡും കാര്യങ്ങളും കൊണ്ട് അതും പഠിക്കണം. പിന്നെ ഉള്ളത് യൂണിറ്റ് 9-നകത്തുള്ള കരിയർ ഡെവലപ്മെന്റ് നമ്മൾ സസഷൻ പ്ലാനിങ് എന്നും പറയും. 2 രീതിയിൽ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. 7 തവണ ചോദിച്ചതാണ്, 3 സ്റ്റാർ ആണ്. പിന്നെ ഉള്ളത് ബ്ലോക്ക് 3-ലെ തന്നെ യൂണിറ്റ് 10-ലെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, ട്രെയിനിങ്ങിന്റെ സ്റ്റെപ്സ് ചോദിക്കാറുണ്ട്, പ്രോസസ്സ് ചോദിക്കാറുണ്ട്. അത് 2 സ്റ്റാർ ആണ്. പിന്നെ യൂണിറ്റ് 11-ലെ കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് മാനേജ്മെന്റ് 3 സ്റ്റാർ ആണ്. റീസെന്റ് ആയിട്ട് പരീക്ഷകളിലെല്ലാം ഇത് ചോദിച്ചു വരുന്നുണ്ട്. കോമ്പൻസേഷൻ പ്ലാൻ, നമ്മൾ ഡിയർനെസ് അലവൻസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അത് മസ്റ്റായിട്ടും പഠിച്ചു പോവുക. റിവാർഡ് മാനേജ്മെന്റ് നമ്മൾ ഇൻസെന്റീവ്സും കാര്യങ്ങളും കൊടുക്കുന്നതിൽ വർക്കേഴ്സിനും അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ്സിനും കൊടുക്കുന്നതിന് ഒരു കമ്പാരിറ്റീവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗെയിൻ ഷെയറിങ്ങും കാര്യങ്ങളും ഒക്കെ അത് നോക്കി പോവുക. പിന്നെ യൂണിറ്റ് 12-ലെ എംപ്ലോയി എംപവർമെന്റ് അങ്ങനെ അധികം
റിപ്പീറ്റഡ് എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. 4 പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൂ. എന്നാലും അത് നോക്കി പോവുക. എംപ്ലോയിയുടെ പാർട്ടിസിപ്പേഷൻ ആണ് ഇൻ മാനേജ്മെന്റ്, അത് ബേസ് ചെയ്തിട്ടൊന്ന് നോക്കി പോവുക. പിന്നെ യൂണിറ്റ് 13 ഗ്രീവൻസസ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസിപ്ലിൻ മാനേജ്മെന്റ് പ്രൊസീജിയർ. ആ ഡിസിപ്ലിൻ മാനേജ്മെന്റ് പ്രൊസീജിയർ ഈ കഴിഞ്ഞ ജൂണിലെ ഡിസംബറിലെ എക്സാംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അതേപോലെ തന്നെ ഒരു ഗ്രീവൻസസ് വന്ന ഒരാൾക്കെതിരെ നമ്മളൊരു ഒരു കേസ് ഫയൽ ചെയ്താൽ ഓർഗനൈസേഷനകത്താണെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെയാണ് റിസോൾവ് ചെയ്യുന്നതെന്ന് നമ്മൾ ഒരു കഥ പോലെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. 2 വ്യക്തികൾ തമ്മിൽ വഴക്കുണ്ടാവുന്ന സമയത്ത് എങ്ങനെ അത് കമ്പനിക്കകത്ത് തന്നെ നമ്മൾ റിസോൾവ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ അതും നോക്കി വെച്ച് പോവുക. പിന്നെ ലാസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് 14th ആണ്. അവിടെ നമുക്ക് യൂണിയൻ ആൻഡ് അസോസിയേഷൻ, ട്രേഡ് യൂണിയൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ട്രേഡ് യൂണിയൻ എന്താണെന്നും അതിന്റെ തിയറീസ് എന്താണെന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആദ്യമായി രൂപീകരിച്ച ട്രേഡ് യൂണിയന്റെ കാര്യങ്ങളൊക്കെ, ബോംബെ ടെക്സ്റ്റൈൽ മില്ല് ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയ ആദ്യത്തെ ട്രേഡ് യൂണിയനെ പറ്റിയും അതേപോലെ തന്നെ അതിന്റെ ജേർണൽ ആയിട്ടുള്ള ദീനബന്ധുവിനെ അങ്ങനെ ഒരു കഥ പോലെ നമ്മൾ ലൈവ് സെഷനിൽ അതും പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതും ഒന്ന് നോക്കി പോവുക. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. പിന്നെ യൂണിറ്റ് വൈസ് ആണ്. യൂണിറ്റ് വൈസ് നോക്കുമ്പോൾ HR എല്ലാ യൂണിറ്റും അത്യാവശ്യം പ്രധാനപ്പെട്ട യൂണിറ്റ്സ് തന്നെയാണ്. ആകെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന യൂണിറ്റ് 4ഉം 7ഉം ആണ്. ബാക്കി എല്ലാ യൂണിറ്റ്സും നമ്മൾ കവർ ചെയ്യണം. എന്നാലും യൂണിറ്റ് 1, 3, 5, 6, 8, 9, 11, 14 ഇത്രയും യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട യൂണിറ്റുകളാണ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ലെ മോസ്റ്റ് റിപ്പീറ്റഡ് 5 ടോപ്പിക്സ് പറയുവാണെങ്കിൽ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. കരിയർ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ്, പെർഫോമൻസ് അപ്രൈസൽ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, കോൺസെപ്റ്റ് എവല്യൂഷൻ ആൻഡ് ഫങ്ഷൻസ് ആൻഡ് ട്രേഡ് യൂണിയൻ ആൻഡ് അസോസിയേഷൻ. ഇത്രയും കാര്യങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. പിന്നെ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക്. ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിൽ ടോപ്പിക് വൈസ് ആണ് പറയുന്നത്. ഇതിലെ ഫയർ ഐക്കണിൽ പറയുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്ത് നിർബന്ധമായിട്ടും കവർ ചെയ്ത് പോകേണ്ടതാണ്. ഡിഫൈൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഇലാബറേറ്റ് ദ കമ്പോണന്റ് ഫങ്ഷൻസ് ഓഫ് HRM ആൻഡ് ഇറ്റ്സ് റെലവൻസ് ഇൻ ദ കറന്റ് സിനാറിയോ. പിന്നെ ട്രേസ് ദ എവല്യൂഷൻ ഓഫ് HRM, ഡിസ്ക്രൈബ് ഹൗ HRM ഇവോൾവ്ഡ് ഫ്രം പേഴ്സണൽ മാനേജ്മെന്റ് ടു ഇറ്റ്സ് കറന്റ് സ്ട്രാറ്റജിക് ഫോം ആൻഡ് റെഫറൻസ് ടു ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ. ദെൻ വാട്ട് ഈസ് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? SHRM ആണ് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഡിസ്കസ് എനി 2 തിയറീസ് ഓഫ് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് ദയർ ആപ്ലിക്കേഷൻ. ഇത് അത്ര റിപ്പീറ്റഡ് എന്ന് പറയാൻ പറ്റത്തില്ല SHRM, പക്ഷെ നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ദെൻ എൻവിറോൺമെന്റ് ആൻഡ് HR. എൻവിറോൺമെന്റ് ഓഫ് HRMൽ 2 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഓർഗനൈസേഷണൽ എൻവിറോൺമെന്റ്, ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ ഇമ്പാക്ട് ഓഫ് 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഓൺ HRM ഓപ്പറേഷൻസ്. 2 തരം ഉണ്ട്, എക്സ്റ്റേണലും ഇന്റേണലും ആണ്. നമ്മളത് ജസ്റ്റ് ഒരു ഡയഗ്രാം വരച്ച് പഠിച്ചതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ് എ കോംപ്രഹെൻസീവ് നോട്ട് ഓൺ ദ ഓർഗനൈസേഷൻ എൻവിറോൺമെന്റ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സൈറ്റിംഗ് റെലവന്റ് എക്സാമ്പിൾ. Then performance appraisal must ആയിട്ടും പഠിക്കുക. What are the goal and objective of performance appraisal? Describe the process and the method of performance appraisal. അടുത്ത define performance coaching and discuss its phases. Explain the concept of competency mapping framework. അടുത്തത് കരിയർ ഡെവലപ്മെന്റ് ആണ്. വാട്ട് ഈസ് കരിയർ പ്ലാനിങ്? ഡിസ്കസ് ദ പ്രോസസ് ഓഫ് കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ്. അതേപോലെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കരിയർ ഡെവലപ്മെന്റ് ആൻഡ് കരിയർ പ്ലാനിങ് ആൻഡ് വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് കരിയർ പ്ലാനിങ്. Then union and association base ചെയ്ത് narrate the growth of trade union and employee association in India, discuss the objective of the trade union movement, then explain the concept and the prerequisites for effective collective bargaining. Then functions of HR. അത് ഒരു ക്വസ്റ്റിനെ വന്നിട്ടുള്ളൂ. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് HR മാനേജർ? ഡിസ്കസ് ദ ഇമേർജിംഗ് ആസ്പെക്ട്സ് ഓഫ് HR ഫങ്ഷൻസ് സൈറ്റിംഗ് എക്സാമ്പിൾസ്. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രാവശ്യമാണ്. എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ് ആൻഡ് ദ പ്രോസസ് ഓഫ് HRP. ഡിസ്ക്രൈബ് ദ പ്രോബ്ലം ആൻഡ് ചലഞ്ചസ് ഇൻ HRP. പിന്നെ ജോബ് അനാലിസിസ് നിർബന്ധമായിട്ടും പഠിച്ചു പോകേണ്ടതാണ്. ഡിസ്കസ് ദ സൈലന്റ് ഫീച്ചേഴ്സ് ആൻഡ് ദ മെത്തേഡ് ഓഫ് ജോബ് അനാലിസിസ്. പിന്നെ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ദ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ്, എക്സ്പ്ലെയിൻ ദ വേരിയസ് ടൈപ്പ് ഓഫ് സെലക്ഷൻ ടെസ്റ്റ് വിത്ത് റെലവെന്റ് എക്സാമ്പിൾസ്.
ഈ സെലക്ഷൻ ടെസ്റ്റിനകത്ത് നമ്മൾ ലൈവ് സെഷനിൽ പറഞ്ഞു പോയിട്ടുണ്ട്, പ്രൊഫഷൻസി ടെസ്റ്റ് ചെയ്യുക, ഓരോ പൊസിഷന് ഓരോ ജോബിനനുസരിച്ചിട്ട് ഓരോ ടെസ്റ്റും കാര്യങ്ങളും. ഇപ്പൊ നമ്മൾ ആർമിയിലേക്കും പോലീസിലേക്കും ഒക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഹൈറ്റ്, ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളും വരുന്നു, ചിലടത്ത് മെന്റൽ IQ കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് സെലക്ഷൻ സ്റ്റെപ്സിൽ വരുന്നുണ്ടാവുക കേട്ടോ. ദെൻ അടുത്തത് സോഷ്യലൈസേഷൻ ആൻഡ് മൊബിലിറ്റിയിൽ വരുന്നത് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ സോഷ്യലൈസേഷൻ ആൻഡ് ദ പ്രോസസ് ഓഫ് ഇന്റഗ്രേഷൻ. വാട്ട് ഈസ് മൊബിലിറ്റി, എന്താണ് മൊബിലിറ്റി, മൂവ്മെന്റിനെയാണ് നമ്മൾ മൊബിലിറ്റി എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ ഇറ്റ്സ് പർപ്പസ് ആൻഡ് ദ വേരിയസ് പോർട്സ്. ദെൻ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സെറ്റ് ആണ്. 2 തരം പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സെറ്റ് എയിലെയാണ്. സെറ്റ് എയിൽ നമുക്കൊരു 8 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 5 ആൻസർ ചെയ്യുക. ഓരോന്നിനും 20 മാർക്കാണ്. First question, define human resource management, discuss the scope and objective of HRM, highlight its relevant in the current business environment. Second question, what is job analysis? Explain its silent features and describe any 3 methods of conducting job analysis with a suitable example. Third question, differentiate between recruitment and selection. Explain the process of recruitment, highlighting the various internal and external sources of recruitment. Fourth question, what are the goal of performance appraisal? Describe the performance appraisal process and explain any 3 modern method of performance appraisal. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ കരിയർ പ്ലാനിംഗ്. ഡിസ്കസ് ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഓർഗനൈസേഷൻ പ്രോസസ് ഓഫ് കരിയർ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് വിത്ത് എക്സാമ്പിൾസ് ആണ്. ദെൻ 6th ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കോമ്പൻസേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ മേജർ കമ്പോണൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ വേജ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ. 7th ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞത് ഡിസ്കസ് ദ ഗ്രോത്ത് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ട്രേഡ് യൂണിയൻ മൂവ്മെന്റ് ഇൻ ഇന്ത്യ. വാട്ട് ആർ ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദ ട്രേഡ് യൂണിയൻ. 8th ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട്. എന്തിനെ ബേസ് ചെയ്തിട്ട് ജോബ് സ്പെസിഫിക്കേഷൻ എന്താണ്. 4th, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഓഫ് HRM. ദെൻ സോഴ്സ് ഓഫ് മാൻ പവർ. സോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് റിക്രൂട്ട്മെന്റിനെ ബേസ് ചെയ്ത് എഴുതാം കേട്ടോ, സോഴ്സസ് ഓഫ് മാൻ പവർ എന്നുള്ളത്. പിന്നെ മാൻ പവർ എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസേഷണൽ സോഷ്യലൈസേഷൻ, ദെൻ ഫങ്ഷൻസ് ഓഫ് ട്രേഡ് യൂണിയൻ ആൻഡ് HRD, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് സിസ്റ്റം. പാർട്ട് ബി അല്ലെങ്കിൽ സെറ്റ് ബിയിൽ പറയുന്ന കാര്യങ്ങൾ ഇതേപോലെ 8 ക്വസ്റ്റ്യൻസ് ആണ്. ഏതെങ്കിലും 5 എഴുതുക, 20 മാർക്ക്. ട്രേസ് ദ എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഫ്രം പേഴ്സണൽ മാനേജ്മെന്റ് ടു ഇറ്റ്സ് കറന്റ് സ്ട്രാറ്റജിക് ഫോം. ഡിസ്കസ് HRM evolution in India with a suitable example. Second question, explain the process of human resource planning. What challenges do organizations face while forecasting manpower recruitment in a dynamic environment? Explain the concept of organizational socialization. Discuss the various forms of mobility and their significance in an organization. Describe the various methods of performance appraisal. Evaluate the effectiveness of 360-degree feedback in modern organization. Then question number 5, discuss the significance of training and development enhancing employee performance. Explain how organization can assess training need and measure training effectiveness. 6th question, explain the concept of employee empowerment and describe the various forms of workers' participation in management in India. Then 7th question, what is employee grievances? Explain the grievances handling procedure and describe the stage of fair disciplinary action procedure. പിന്നെ ഉള്ളത് ഷോർട്ട് നോട്ട്സ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് അനാലിസിസ്, കോമ്പിറ്റൻസി മാപ്പിംഗ്, കരിയർ ആങ്കേഴ്സ്, കളക്റ്റീവ് ബാർഗൈനിങ്, റിവാർഡ് മാനേജ്മെന്റ് ആൻഡ് ഡൊമസ്റ്റിക് എൻക്വയറി പ്രൊസീജിയർ. ഇത്രയാണ് സെറ്റ് ബിയിൽ പറയുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ എങ്ങനെ ആൻസേഴ്സ് എഴുതണം എന്നുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം MBA സ്റ്റുഡൻസിനൊക്കെ നല്ല രീതിയിൽ അറിയാവുന്നതാണ്. അസൈൻമെന്റ്സ് എഴുതിയപ്പോൾ നമ്മൾ ഫോളോ ചെയ്ത കാര്യമാണ് IBC ഫോർമാറ്റ്. ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ. ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ ഒരു 2 to 3 സെന്റൻസ് ഇൻട്രൊഡക്ഷൻ എഴുതുക. അതേപോലെ കണ്ടന്റ് എഴുതുമ്പോൾ അല്ലെങ്കിൽ ബോഡി എഴുതുമ്പോൾ ഒരു 4 to 6 പോയിന്റ്സ് മെൻഷൻ ചെയ്തിട്ട് അതിനെ എഗെയിൻ ഇലാബറേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. പിന്നെ 2 to 3 സെന്റൻസിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ കൺക്ലൂഡ് ചെയ്ത് എഴുതുക. ഈ ഒരു ഫോർമാറ്റിലാണ് 20 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് എഴുതേണ്ടത്. അതൊരു 500 to 600 വേർഡ്സ് വരുന്നത്. പേജ് വൈസ് പറയുകയാണെങ്കിൽ ഒരു 5 to 6 പേജ് വരുന്ന രീതിയിൽ നമ്മൾ എഴുതാൻ പറ്റണം. പിന്നെ സ്ട്രക്ചറിങ് തിയറി ആൻഡ് ഡിസ്കഷൻ ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ തിയറി ബേസ്ഡ് ആൻസേഴ്സ് ആണെങ്കിൽ തിയറി ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ആര് എപ്പോൾ എന്തിനു വേണ്ടി അത് ചെയ്തു എന്നും അതിന്റെ കോർ കമ്പോണൻസും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് മെൻഷൻ ചെയ്യാമെങ്കിൽ അതും അതിന്റെ ലിമിറ്റേഷൻസും ക്രിറ്റിസിസവും എല്ലാം കൂടെ മെൻഷൻ ചെയ്ത് വേണം നമ്മളത് എഴുതാനായിട്ട്. അതേപോലെ ഡിസ്കസ് വൈസ് എക്സ്പ്ലെയിൻ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഡിസ്കസ് എന്ന് പറഞ്ഞ ഒരു ബാലൻസ്ഡ് അനാലിസിസ് ആണ്. അവിടെ നമ്മുടെ മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവ് നമുക്ക് കാണിക്കാം. അവിടെ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അഭിപ്രായങ്ങളാണ് നമ്മളവിടെ പറയുന്നുണ്ടാവുക. വൈലിൻ എക്സ്പ്ലെയിൻ ആവുമ്പോൾ ഇൻ ഡെപ്ത് ആയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. തിയറിറ്റിക്കൽ
തിയററ്റിക്കൽ ആസ്പെക്ട്സ് നമ്മൾ ബാക്കിയുള്ള ടെക്സ്റ്റിൽ നിന്നോ നമ്മൾ ആർജിച്ചെടുത്ത കാര്യങ്ങളാണ് എക്സ്പ്ലെയിനകത്ത് എഴുതേണ്ടത്. അവിടെ നമ്മൾ ഷോക്കേസ് ചെയ്യേണ്ടത് വാട്ട് വി ലേൺ അബൌട്ട് ദാറ്റ് സബ്ജക്ട്, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ എന്ത് പഠിച്ചിരിക്കുന്നു അത് നമ്മൾ എഴുതുക. മറ്റേടത്ത് നമ്മുടെ അഭിപ്രായവും ഇവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങളുമാണ് എഴുതേണ്ടത്. പിന്നെ ടൈം മാനേജ്മെന്റ് ആണ്. ഒരു 3 മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയാണ്, പക്ഷെ ആദ്യത്തെ 5 മിനിറ്റ് ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വായിക്കാനായിട്ട് എടുക്കുക. അതിനകത്തിൽ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഏതാണോ അത് നിങ്ങൾ ആൻസർ ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും 30 മിനിറ്റ് വെച്ച് സ്പെൻഡ് ചെയ്യുക. അതിന് IBC റൂൾ തന്നെ ഫോളോ ചെയ്യുക. പിന്നെ 6 മിനിറ്റ്, ഓരോ 6 മിനിറ്റിൽ എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടോ, എവിടെയെങ്കിലും വേണ്ട പോയിന്റ് നമ്മൾ എഴുതിയിട്ടുണ്ടോ, വിട്ടുപോയോ, അല്ലെങ്കിൽ അഡീഷണൽ സ്പേസ് വിട്ടിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് അവസാനത്തെ 15 മിനിറ്റിൽ എന്താ ചെയ്യേണ്ടത്, നമ്മളത് ഫുൾ ആയിട്ട് ആൻസേഴ്സ് ഷീറ്റ് ബുക്ക്ലെറ്റ് ഫുൾ ആയിട്ട് റിവൈസ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്സോ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി റീറൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ആൻസേഴ്സിന്റെ കാര്യം, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിന്റെ എല്ലാം ഫുള്ള് ആൻസേഴ്സ് നമുക്ക് കിട്ടണം. സെറ്റ് എയുടെയും പ്രാക്ടീസ് ചെയ്യാനുള്ള സെറ്റ് എയുടെയും ബിയുടെയും ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നമ്മുടെ ലേൺവൈസിന്റെ ആപ്ലിക്കേഷനകത്ത് അവൈലബിൾ ആണ്. അപ്പൊ അതുപോലെ തന്നെ PYQ ബുക്ക്ലെറ്റ് മസ്റ്റ് ആയിട്ടും നോക്കുക. പേഴ്സണലൈസ്ഡ് ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും കണക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ലേൺവൈസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്ത് കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ സെറ്റ് എയിലെയും ബിയിലെയും ആൻസേഴ്സ്, അതേപോലെ കംപ്ലീറ്റ് PYQ ബുക്ക്ലെറ്റ്, അതേപോലെ ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻസും, കൂടാതെ എങ്ങനെ അതിന് എക്സാം എഴുതണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളും, പിന്നെ മെന്റർഷിപ്പ് എടുത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ കംപ്ലീറ്റ് മെന്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ ലേൺവൈസിന്റെ അഡ്വാൻസ് ലേണിംഗ് എക്കോ സിസ്റ്റവും നിങ്ങൾക്ക് അവൈലബിൾ ആവും. ഇതുവരെ ലേൺവൈസിൽ ജോയിൻ ചെയ്യാത്ത സ്റ്റുഡൻസ് ആണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ മസ്റ്റ് ആയിട്ടും ഈ തന്നിട്ടുള്ള മൊബൈൽ നമ്പറിൽ കണക്ട് ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ മിസ് കോൾ അയക്കാം, വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ടീം മെമ്പേഴ്സ് നിങ്ങളെ കണക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പുവരുത്തുന്നതായിരിക്കും. അടുത്ത എക്സാംസ് ഇതിലും നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു പോകാൻ സാധിക്കും. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.